നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ക്ഷമിക്കുക, തൊണ്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദയവ് ചെയ്ത് വിളിക്കരുത്, മെസ്സേജ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, യാദൃശികമായാണ് ഈ വായന നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം, യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും ഇനി ഈ വ്യക്തി എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതും ഇപ്പോഴത്തെ കറണ്ട് എനർജിയാണ് നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനി മുന്നിലേക്ക് ഈ വ്യക്തി എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നും കൂടിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി വളരെയധികം നിങ്ങളുടെ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഈ വ്യക്തി വളരെയധികം ആശയക്കുഴപ്പത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആ ഒരു തേർഡ് പാർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി ഏത് തരത്തിലാണ് ഈ വ്യക്തിയെ ബുദ്ധിമുട്ടിച്ചിരുന്നത് എന്നുള്ളതൊന്നും ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിരുന്നില്ല, നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നില്ല, നിങ്ങളായിട്ട് ചർച്ച ചെയ്തിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പല രീതിയിലും ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ട്, പല രീതിയിലും പല ഭാവത്തിലും അതുപോലെ തന്നെ പല സിറ്റുവേഷനിലും പല സാഹചര്യങ്ങളിലൊക്കെ അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി അതൊന്നും തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോട് ദേഷ്യപ്പെടുമോ എന്നിങ്ങനെയുള്ള ഭയം കാരണം ഈ വ്യക്തി പല കാര്യങ്ങളും മറച്ചു പിടിച്ചതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ, വാക്ക് തർക്കങ്ങൾ, സംശയ പ്രശ്നങ്ങൾ, വിശ്വാസക്കുറവുകൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെയും നടുക്ക് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സമയത്തും ഇപ്പോഴും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രമേൽ നിങ്ങൾ ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ ഒരു ഇഷ്ടത്തിന് ഒരു കുറവും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി വേറെ എവിടെ പോയാലും, വേറെ ആരുടെ ജീവിതത്തിലോട്ട് കയറി ചെന്നാലും ഏറ്റവും അവസാനം ആ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോവുകയും നിങ്ങളിലേക്ക് തന്നെ ഈ വ്യക്തി ഒരു ലൂപ്പ് പോലെ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ ചെന്ന് അവസാനിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ പോലും ചില സമയങ്ങളിൽ വളരെയധികം അതിശയപ്പെടുത്തുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് അത്രമേൽ ആഴത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും വിട്ടുപോകാത്തത് അല്ലെങ്കിൽ വിട്ടുപോകാൻ കഴിയാത്തത്. ഇവിടെ പ്രപഞ്ചശക്തിയാണെങ്കിലും നിങ്ങളായിട്ടുള്ള ബന്ധത്തിനോടാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് എനർജി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മറ്റാരിലേക്കും പോയി കഴിഞ്ഞാലും അവരിൽ നിന്നും ഇഷ്ടപ്പെടാത്ത സ്വഭാവ രീതികൾ വരികയും അവരുമായിട്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം ഈ വ്യക്തി അത് സഹികെട്ട് നിങ്ങളിലേക്ക് തന്നെ വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത്, നിങ്ങൾ തന്നെയാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങൾ വന്ന് നിങ്ങൾക്കിടയിലേക്ക് വന്ന് വീഴുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് ഈ വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ കാര്യങ്ങളായിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ കാര്യങ്ങളിലേക്ക് വഴുതി വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് മാത്രം വരേണ്ട ഈ പേഴ്സൺ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പല കാര്യങ്ങളിലും ഇടപഴകുകയും അതിലേക്ക് ഈ വ്യക്തിയുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുകയും ഈ വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് വരാൻ നോക്കുമ്പോൾ തീരെ ലോ എനർജിയായി ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാനോ ഒന്നിനും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ കുറേ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ, ഒരുപക്ഷെ മാസങ്ങളും ആഴ്ചകളും ഒക്കെ കടന്നു പോയപ്പോൾ ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പോലും ഈ വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടാകാം. അതായത് ഈ വ്യക്തി നിങ്ങളെ പരിപൂർണമായി സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഈ വ്യക്തി ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ. അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ പല കാര്യങ്ങളാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി ചിലവരുടെ കടബാധ്യതകൾ കാണിക്കുന്നുണ്ട്, മറ്റു ചിലവരുടെ വേറെന്തൊക്കെയോ ഉത്തരവാദിത്യങ്ങളായിട്ടാണ് കാണിക്കുന്നത്. മറ്റു ചിലവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വില്ലനായിട്ടോ വില്ലത്തിയായിട്ടോ നിങ്ങൾക്ക് നേർക്ക് വന്നിരിക്കുന്ന ശക്തമായ തേർഡ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ദൂര സ്ഥലത്തായിട്ടാണ് കാണിക്കുന്നത്, നിങ്ങളിലേക്ക് തന്നെ ആയിട്ട് കാണിക്കുന്നില്ല, ദൂര സ്ഥലത്തായിട്ടാണ് കാണിക്കുന്നത്. അത് ഒരുപക്ഷെ വേറെന്തൊക്കെയോ കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയത് കൊണ്ടായിരിക്കണം, മറ്റെന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങളും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ വ്യക്തിക്ക് മറ്റാരിലേക്കും ഇനി ഈ വ്യക്തി പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇവിടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയും അതിനുശേഷം നിങ്ങളെയും കൂടെ കൂട്ടി എങ്ങോട്ടെങ്കിലും പോകണം, എങ്ങോട്ടെങ്കിലും സ്ഥലം മാറിപ്പോണം എന്നുള്ളത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ തുടർന്നുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനമെന്ന് പറയുന്നത് നിങ്ങളെയും കൊണ്ട് നിങ്ങളുമായിട്ട് വേറെ എവിടേക്കെങ്കിലും വളരെയധികം സ്വകാര്യത ലഭിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് മാറാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രൈവസി വേണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മാതൃസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നവരിൽ നിന്നും ഒരു നെഗറ്റീവ് എനർജിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇനി ഒരു കരടും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയും കൂടെ ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് അധികം ഈ വ്യക്തി സംസാരിക്കുന്നില്ലായിരിക്കാം, പല കാര്യങ്ങളും തുറന്നു പറയുന്നില്ലായിരിക്കാം. അതൊരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ അല്ല. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി കുറച്ച് പുറകിലേക്ക് വലിയുന്നത് ഒരു 10 അടി മുന്നിലേക്ക് കുതിക്കാൻ തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വിശ്വസിക്കുക. ഈ വ്യക്തിയുടെ മെസ്സേജ്, കോള് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സാധാരണ രീതിയിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരമുണ്ടെങ്കിൽ ഒരു കാര്യം തുറന്ന് ഈ വ്യക്തി പറയുന്നില്ല എന്നാണെങ്കിൽ ഉടനെ തന്നെ ഈ വ്യക്തിയിൽ നിന്നും തുറന്നുള്ള ഒരു സംസാര രീതി അല്ലെങ്കിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ വ്യക്തി പുറത്തേക്ക് പറയാനുള്ള സാധ്യതകൾ വളരെ അധികമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം നിങ്ങളായിട്ടും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അതായത് അമിതമായിട്ട് ദേഷ്യപ്പെടുക, പെട്ടെന്ന് കോൺവെർസേഷൻ കട്ടാക്കി കളയുക, ഫോൺ കട്ട് ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. കാരണം ഈ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾക്കറിയാൻ പറ്റുന്ന ഒരവസരം യൂണിവേഴ്സ് തരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും ഈ വ്യക്തി മറ്റാരിലേക്കും പോയിട്ടില്ല. മറ്റു വ്യക്തികൾ ഈ പേഴ്സണെ പാട്ടിലാക്കാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് സ്വന്തമാക്കാനൊക്കെ നോക്കുന്നുണ്ട്, പല തന്ത്രങ്ങളും കളിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഈ വ്യക്തി വീഴുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് ഏറ്റവും പ്രത്യേകതയോടുകൂടി പറയാൻ പറ്റുന്ന ഒരു സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളായിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ താരതമ്യം, അതായത് റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ തന്നെ റീഡിംഗ് ആണ്. പിന്നെ ജനറൽ റീഡിംഗ് നോക്കിക്കൊണ്ട് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കരുത്. കാരണം കുറച്ചും കൂടി നിങ്ങൾ ആ ഒരു എനർജി കറക്റ്റ് ആകുന്നുണ്ടോ എന്നും കൂടി നോക്കണം. അപ്പോൾ
ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ തൊണ്ടടപ്പ് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ റീഡിംഗ് ഇല്ലാതിരുന്നത്. പലരും മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ തൊണ്ടടപ്പ് കാരണമാണ്, റെസ്റ്റിലായിരുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.